കണക്ക് തെറ്റുമോ എന്നാണ് ചോദ്യം. നിലമ്പൂരിൽ കണക്ക് തെറ്റും എന്നുള്ളതാണ് എൻ്റെയും ഒരു കണക്ക് കൂട്ടൽ എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ 3-4 കണക്കുകളാണല്ലോ ഉള്ളത്. ആദ്യത്തെ കണക്ക് CPM-ൻ്റെ കണക്കാണ്. CPM കൃത്യമായി പഞ്ചായത്ത് തിരിച്ച് മുനിസിപ്പാലിറ്റി തിരിച്ചുള്ള കണക്കുകളാണ് തന്നത്. 1638 വോട്ടുകൾക്ക് നിലമ്പൂരിൽ സ്വരാജ് വിജയിക്കും എന്നുള്ളതാണ് അവരുടെ കണക്ക് കൂട്ടൽ. അതിനവർ ആധികാരികമായി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ അവരുടേതെന്ന് കരുതുന്ന വോട്ടുകൾ 90% അവർക്ക് പോൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഈ 1638 വോട്ടുകൾ എന്ന് പറയുന്ന ലോജിക്കാണ് ഞാൻ ഈ പറയുന്നത്. 2, UDF-ൻ്റെ 75% വോട്ടുകളും അവർക്ക് പോൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലോജിക്കായിട്ട് അവർ പറയുന്നത്. എന്നിട്ട് സംശയമുള്ള മുഴുവൻ വോട്ടർമാരെയും അവരിതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് സംശയമുള്ള മുഴുവൻ വോട്ടർമാരുടെയും കണക്ക് LDF-ൻ്റെ ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത് എപ്പോൾ മുതലാണ് തുടങ്ങിയെന്ന് വെച്ചാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്, ചേലക്കര ഉപതെരഞ്ഞെടുപ്പ്, ഈ 2 ഉപതെരഞ്ഞെടുപ്പുകളിലും CPM-ൻ്റെ കണക്ക് കൂട്ടൽ കൃത്യമായിരുന്നു. CPM എന്താ? CPM-ൻ്റെ പാർട്ടിക്കുള്ളിൽ നമുക്കിപ്പോൾ ഇന്ന് കിട്ടിയ ഷീറ്റ് പോലെ പാർട്ടിക്കുള്ളിൽ സർക്കുലേറ്റ് ചെയ്ത ഷീറ്റിൽ 3-ാം സ്ഥാനത്തേക്ക് പോകുമെന്നുള്ളതായിരുന്നു പാർട്ടിയുടെ വിലയിരുത്തൽ. അന്ന് പക്ഷേ ആരും അത് പ്രത്യക്ഷത്തിൽ അംഗീകരിച്ചിരുന്നില്ല. 3-ാം സ്ഥാനത്ത് തന്നെയായിരുന്നു പാർട്ടിയുടെ വിലയിരുത്തൽ. പാലക്കാട് വളരെ കൃത്യമായി ഇത് സംഭവിച്ചു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ, ചേലക്കരയുടെ കാര്യത്തിൽ വിജയിക്കുമെന്നായിരുന്നു, 10,000-ന് മുകളിൽ ഭൂരിപക്ഷം കിട്ടുമെന്നായിരുന്നു, അതും കൃത്യമായി സംഭവിച്ചു. അതേ മെത്തഡോളജിയിലാണ് CPM ഈ കണക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ല എന്ന് 50% സംശയമുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ തങ്ങൾക്ക് കിട്ടിയ വോട്ടുകൾ മാത്രമേ അവർക്ക് ഇതിനകത്ത് ക്രോഡീകരിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് CPM പ്രവർത്തകർ പറയുന്നൊരു ആത്മവിശ്വാസം. പക്ഷേ ഞാൻ അപ്പോഴും 1638 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ സ്വരാജ് വിജയിക്കുമെന്നുള്ളതിനെ സംശയത്തോടു കൂടിയാണ് കാണുന്നത്. കാരണമുണ്ട്. ഇനി മറുഭാഗത്ത് UDF-ൻ്റെ ആത്മവിശ്വാസം 12,000 മുതൽ 15,000 വരെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചേക്കാം എന്നുള്ളതാണ്. ആ ആത്മവിശ്വാസത്തിന് ലോജിക്കുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 3-ാമത്തെ പ്രധാനപ്പെട്ട കാര്യം, BJP തങ്ങളുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ്. ആ കണക്ക് തെറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 8,500 കഴിഞ്ഞ തവണ അശോക് കുമാർ പിടിച്ച വോട്ട്. അത്രയും എത്താൻ BJPക്ക് സാധിക്കില്ല. 4-ാമത്തത് PV Anwar 25,000 വോട്ട് പിടിക്കും എന്നാണ് പറയുന്നത്. അത്രയും വോട്ടും PV Anwar പിടിക്കാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാക്കാം. ഇതിൽ എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഘടകമായി ഞാൻ മനസ്സിലാക്കുന്നത് 4-5 ഘടകങ്ങൾ അനുകൂലമായി UDF-ന് അനുകൂലമായി വന്നിട്ടുണ്ട്. അതിൽ നമ്പർ 1, ഭരണവിരുദ്ധ വികാരമുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ ഇവിടെ നടന്ന് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ചാനലിൽ നടത്തിയ ചർച്ചയ്ക്കും അപ്പുറം ഫീൽഡിൽ നിന്നുള്ള പൾസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ വളരെ കൃത്യമായി ഭരണവിരുദ്ധ വികാരം വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ആൻറ്റി ഇൻകുംബൻസി ഈസ് എ ഫാക്ടർ. ആൻറ്റി ഇൻകുംബൻസി ആ മണ്ഡലത്തിൽ വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്ന് പറഞ്ഞാൽ, ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ 75%-ലധികം വോട്ടർമാർ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലൊരു കാരണം വേണം. നിലവിൽ ആ കാരണമെന്ന് പറയുന്നത് ആൻറ്റി ഇൻകുംബൻസി ആണ് എന്നാണ് നമ്മൾ ഫീൽഡിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ആ ആൻറ്റി ഇൻകുംബൻസിയുടെ ഗുണം തീർച്ചയായിട്ടും ഭരണപക്ഷത്തിന് അനുകൂലമായിട്ടുണ്ട്. അവിടെയാണ് ഞാൻ ഈ നിലമ്പൂരിൻ്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആദ്യ ചർച്ചയിൽ ഞാനെടുത്തൊരു പൊസിഷനുണ്ട്. PV Anwar അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ കാരണമായി ഞാൻ പറഞ്ഞത് PV Anwar കൊണ്ടുപോകാൻ പോകുന്ന വോട്ട് ഭരണപക്ഷത്തു നിന്നുള്ള വോട്ടായിരിക്കും, അഥവാ PV Anwar കൊണ്ടുവന്ന വോട്ട് തിരിച്ചു കൊണ്ടുപോകും എന്നുള്ളതാണ്. പ്ലസ് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഭാഗമായി ഇടതുപക്ഷത്തുണ്ടാവുന്ന ഫ്ലോട്ടിംഗ് വോട്ടുകളും ഒരുപക്ഷെ PV Anwar പിടിച്ചു മാറ്റാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ പോലും അത് UDF-ന് അനുകൂലമായിട്ട് മാറും. UDF-ൻ്റെ വോട്ട് അവിടെ ഇൻടാക്റ്റാണ്. അതായത് UDF-ൻ്റെ വോട്ടിനെ മറികടക്കാൻ PV Anwar കഴിയുകയുമില്ല, LDF-ൻ്റെ വോട്ട് കുറയ്ക്കാനും സാധ്യതയുണ്ട് എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ നിഗമനം. ഒരുപക്ഷെ വരാൻ പോകുന്ന റിസൾട്ടും അത് ശരിവയ്ക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അവിടെ ശക്തമായൊരു ഭരണവിരുദ്ധ വികാരം, ഫ്ലോട്ടിംഗ് വോട്ടുകൾ പോലും പൂർണ്ണമായിട്ടും പ്രതിപക്ഷത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. 2,700 വോട്ടിൻ്റെ ഭൂരിപക്ഷമേ ഉണ്ടായിട്ടുള്ളൂ LDF-ന് കഴിഞ്ഞ തവണ PV Anwar പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു 5,000 വോട്ട് മറിഞ്ഞാൽ തന്നെ UDF-ന് ഭരണം കിട്ടുന്ന അവസ്ഥയാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ സാഹചര്യത്തിൽ ഈ ഭരണവിരുദ്ധ വികാരം അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. പ്ലസ് മലയോര മേഖലയിലെ കർഷകരുടെ സവിശേഷമായ സാഹചര്യം, വന്യജീവി ആക്രമണം അടക്കമുള്ള വിഷയങ്ങൾ വളരെ കൃത്യമായിട്ടും അവിടെ ചർച്ച ചെയ്യപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. അത് ഉയർത്തിയത് PV Anwar ആണെങ്കിലും അതിൻ്റെ ഗുണം ലഭിക്കാൻ പോകുന്നത് ആര്യാടൻ ഷൗക്കത്തിനാണ് എന്നുള്ളതാണ് പോയിന്റ് നമ്പർ 1. ഭരണവിരുദ്ധ വികാരം ആ നിലമ്പൂർ മണ്ഡലത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഫ്രം ഫീൽഡ്. നമ്പർ 2, PV Anwar ഒരു ഫാക്ടർ തന്നെയാണ്. ആ PV Anwar ഫാക്ടറാണെന്ന് പറയാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. PV Anwar സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്ന വോട്ട് CPM-ന് ലഭിക്കേണ്ടിയിരുന്ന, സ്വരാജിന് ലഭിക്കേണ്ടിയിരുന്ന, കഴിഞ്ഞ തവണ PV Anwar-ന് ലഭിച്ചിരുന്ന വോട്ടുകളിലാണ് വിള്ളലുണ്ടാക്കാൻ പോകുന്നത്. ആ വിള്ളലും ആ അർത്ഥത്തിൽ UDF-ന് അനുകൂലമായിട്ടാണ് വരാൻ പോകുന്നത്. എന്നാൽ PV Anwar UDF-ൻ്റെ പാളയത്തിൽ നിന്ന് വോട്ട് പിടിച്ചിട്ടുണ്ടെന്ന ചോദ്യത്തിന് പരമാവധി ലീഗ് പ്രവർത്തകരും പരമാവധി കോൺഗ്രസ് പ്രവർത്തകരും അത് സംഭവിക്കാതിരിക്കാനുള്ള ജാഗ്രത പുലർത്തിയിരുന്നു. അത് ഏറെക്കുറെ വർക്ക് ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല PV Anwar-ൻ്റെ സൗഹൃദ
ബന്ധങ്ങൾ ഏറ്റവും കൂടുതൽ ആ മണ്ഡലത്തിലുള്ളത് ഇടതുപക്ഷ നേതാക്കളുമായിട്ടാണ്. അതായത് ലീഗ് നേതാക്കളുമായിട്ടും കോൺഗ്രസ്സുകാരുമായിട്ടും ഉള്ളതിനേക്കാൾ കഴിഞ്ഞ 9 വർഷം കൊണ്ട് PV അൻവർ ആ മണ്ഡലത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന സാമൂഹിക മൂലധനം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തെ പ്രവർത്തകരുമായും നേതാക്കളുമായിട്ടും കൗൺസിലർമാരുമായിട്ടും വാർഡ് മെമ്പർമാരുമായിട്ടുമാണ്. അപ്പം അവരിൽ വളരെ നിശ്ചിത ശതമാനം ആളുകൾ PV അൻവറിലേക്ക് ചാഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ അത് ഏതെങ്കിലും തരത്തിൽ 10,000 വോട്ടിനപ്പുറത്തേക്ക് പോകുമെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വാസമില്ല ആ അർത്ഥത്തിൽ. അതുകൊണ്ട് ഇടതുപക്ഷത്ത് നിന്ന് PV അൻവർ പിടിച്ചു മാറ്റിയ വോട്ടും UDFന് അനുകൂലമാണ്. നമ്പർ 3, ഹിന്ദു വോട്ടിൻ്റെ കൺസോളിഡേഷൻ ഇത്തവണ BJPക്ക് അനുകൂലമായിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. കാര്യം ആര്യാടൻ ഷൗക്കത്തിന് അനുകൂലമായിട്ട് അവിടെ വോട്ട് പോൾ ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. നമ്പർ 2, സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം അവിടെ ഒരു വിഭാഗം നേതാക്കളിൽ അവിടെ ഏത് തരത്തിലുള്ള പ്രചരണമാണ് നടന്നത് എന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. സ്വരാജിനെതിരായിട്ടൊരു ഹിന്ദു വോട്ടിലെ ഒരു ചെറിയ വിഭാഗം ആര്യാടൻ ഷൗക്കത്തിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാനുള്ള സാധ്യതയുള്ളതായിട്ട് കണക്കാക്കുന്നു. അത് തൃപ്പൂണിത്തുറയിൽ നടന്ന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളിൽ പലതും അവിടെ ആവർത്തിക്കപ്പെട്ടുവെന്നും ചർച്ച ചെയ്യപ്പെട്ടുവെന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഫാക്ടർ. അങ്ങനെ വന്നാലും അത് ആര്യാടൻ ഷൗക്കത്തിനാണ് ഗുണകരം. ഈഴവ കമ്മ്യൂണിറ്റിയിലുള്ള നേരത്തെ അദ്ദേഹത്തിന് സ്വാധീനമുണ്ട്. അത് തീർച്ചയായിട്ടും സ്വരാജിനേക്കാൾ വലിയ സ്വാധീനം ആ മണ്ഡലത്തിലുണ്ട് ആര്യാടൻ ഷൗക്കത്തിന്. PV അൻവറിനേക്കാൾ വലിയ സ്വാധീനമുണ്ട് ആര്യാടൻ ഷൗക്കത്തിന് എന്നാണ് മനസ്സിലാക്കുന്നത്. അതും ഒരു പ്രധാനപ്പെട്ട ഘടകമാകാം. മറ്റൊന്ന്, കോൺഗ്രസ് ലീഗ് നേതാക്കളുടെ പ്രവർത്തനം. നമ്മൾ ഇവിടെ നിന്ന് വളരെ ക്രിട്ടിക്കലായിട്ട് തന്നെയാണ് അവ പല നേതാക്കളെയും വിമർശനത്തിന് വിധേയമാക്കിയതെങ്കിലും ആ പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ ആ വോട്ടർമാരുടെ ഒരു ചലനമുണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഒരു തിരഞ്ഞെടുപ്പിനെ സജീവമാക്കാൻ വേണ്ടുന്നതെല്ലാം നിലമ്പൂരിലുണ്ടായിരുന്നു. അതിൽ പലതും ഗുണകരമായിരുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. പക്ഷേ അത് ആ വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വോട്ടർമാരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ ഉള്ള ഒരു ഫയർ കൊടുക്കാൻ, ഒരു ചൂട് കൊടുക്കാൻ ആ സംവാദത്തിന് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഗുണം ആർക്കാ കിട്ടുക? അതിൽ ആദ്യമായി നിന്ന ഫാക്ടർ എന്ന് പറയുന്നത് ആ മണ്ഡലത്തെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന 1-2 ദിവസം വന്ന് പോയതല്ല. മണ്ഡലത്തിൽ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ടാണ് ക്യാമ്പയിൻ നടത്തിയത്. ചാണ്ടിയുമൻ കയറിയിറങ്ങാത്ത വീടുകളില്ല, ശബരിനാഥൻ കയറിപ്പോകാത്ത സ്ഥലങ്ങളില്ല, ബെന്നി ബഹനം പോകാത്ത സ്ഥലമില്ല. അവിടെ ഓരോ പ്രവർത്തകനും VS ജോയിയുടെ നേതൃത്വത്തിൽ, VS ജോയിക്ക് ഇതൊരു പ്രസ്റ്റീജിയസ് കോമ്പറ്റീഷനായിരുന്നു. തീർച്ചയായിട്ടും ആര്യാടൻ ഷൗക്കത്ത് എന്ന സ്ഥാനാർത്ഥിക്കുള്ള ചില ദൗർബല്യങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിനെതിരെയുള്ള ചില പരാമർശങ്ങൾ, അദ്ദേഹത്തിൻ്റെതായിട്ട് വരുന്ന ഒരു നേരത്തെ അദ്ദേഹം നടത്തിയിരുന്ന പ്രസ്താവനകൾ, അദ്ദേഹത്തിന് ഒരു പ്രതിസന്ധിയായി വരുന്ന ഘട്ടത്തിലും അതിനെ മറികടക്കാൻ കോൺഗ്രസ് പ്രവർത്തകരും ഒപ്പം എടുത്തു പറയേണ്ടത് യൂത്ത് ലീഗിൻ്റെയും പ്രവർത്തനമാണ് ആ മണ്ഡലത്തിൽ. തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ടാണ്. അതൊരു കോട്ട പോലെയാണ് അവർ പ്രവർത്തിച്ചത്. വളരെ കൃത്യമായിട്ട് ബൂത്തുകൾ തോറും സ്ഥാനാർത്ഥികൾ കൃത്യമായി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഒരു കേഡർ സ്വഭാവത്തോടു കൂടിയാണ് ഇത്തവണ അവർ പ്രവർത്തിച്ചത്. വളരെ കൃത്യമായി. അതായത് ആര്യാടൻ ഷൗക്കത്ത് അല്ല അവിടെ മത്സരിച്ചത്, അവിടെ മത്സരിച്ചത് UDF ആണ്. അപ്പോൾ UDF എന്നുള്ളൊരു ഫീലിംഗ്, ലീഗ് എന്നൊരു ഫീലിംഗ്, അത് പാണക്കാട് തങ്ങൾ വന്ന് PK കുഞ്ഞാലിക്കുട്ടി വന്ന് നിരന്തരം നടത്തിയ ചലനങ്ങൾ എന്ന് പറയുന്നത് ചെറുതല്ല. അപ്പോൾ ഇത് വലിയ ഫാക്ടറാണ്. അപ്പോൾ 5ഓളം ഫാക്ടറുകൾ UDFന് അനുകൂലമായിട്ടുണ്ട്. മറുഭാഗത്ത് LDFന് അനുകൂലമായിട്ടുള്ള ഫാക്ടർ എന്താ? LDFന് അനുകൂലമായിട്ടുള്ള ഒരു ഫാക്ടർ, പക്ഷേ ഇത് മോർ ദാൻ ഇൻ എ ഫാക്ടറാണ്, അത് സ്വരാജാണ്. സ്വരാജ് എന്ന സ്ഥാനാർത്ഥിയുടെ കരിസ്മ, ആ സ്ഥാനാർത്ഥി വന്നപ്പോൾ ആ മണ്ഡലത്തിന് ലഭിച്ച ഇടതുപക്ഷത്തിലെ പ്രവർത്തകർക്ക് ലഭിച്ച ഉണർവ്, പക്ഷേ അതിന് ആ സ്പേസ് അവിടെ കിട്ടി. മറ്റേത് സ്ഥാനാർത്ഥിയാണെങ്കിലും തിരഞ്ഞെടുപ്പിൻ്റെ കൗണ്ടിങ് 1 മണിക്കൂർ മുമ്പ് പരാജയപ്പെട്ടു പോകേണ്ടതാണ്. പക്ഷേ സ്വരാജ് വന്നതോടുകൂടി മത്സരം കടുത്തു. ആ അർത്ഥത്തിൽ ഇടതുപക്ഷത്തെ പ്രവർത്തകർക്ക് ഒരു ആവേശം കൊടുക്കാൻ സ്വരാജിന് സാധിച്ചു. പക്ഷേ സ്വരാജ് മുഖ്യമന്ത്രിയൊക്കെ വന്നിട്ടുണ്ട്, നമ്മൾക്ക് അറിയേണ്ടതല്ല, ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും മുഖ്യമന്ത്രി പോയിട്ടുണ്ട്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി വിവാദം ഇതൊന്നും അടിസ്ഥാനമായിട്ട് താഴെ തട്ടിൽ LDFന് അനുകൂലമായിട്ട് വർക്ക് ചെയ്തിട്ടേയില്ല. ഇത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് വിവിധ സർവേകളിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന സൂചനയാണ്. ആ അർത്ഥത്തിൽ ആര്യാടൻ ഷൗക്കത്തിന് അനുകൂലമായൊരു ട്രെൻഡ് അവിടെ തന്നെ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ വന്നാൽ LDFിൻ്റെയും BJPയുടെയും കണക്കുകൂട്ടലുകൾ തെറ്റാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. ഈ തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വർക്ക് ചെയ്യാൻ സാധ്യതയുള്ളത്. ഇനി ഇതിനെ മറികടന്ന് പോകണമെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയാം, അത് സ്വരാജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വലിയ സ്വീകാര്യതയാണ്. ആ സ്വീകാര്യത ഒരുപക്ഷെ നമുക്ക് അളക്കാൻ പോലും പറ്റാത്ത വലിയ സ്വീകാര്യത അവിടെ ലഭിക്കണം. അത് വലിയ രീതിയിൽ സംഭവിച്ച അടിയൊഴുക്കുകളുടെ ഭാഗമായിട്ട് ലഭിക്കേണ്ടതാണ്. അതല്ലെങ്കിൽ ഇതാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്. PV അൻവർ 10,000-നും അപ്പുറത്തേക്ക് വോട്ട് പിടിക്കാനുള്ള സാധ്യത തള്ളിക്കളയുകയാണ് എല്ലാ മുന്നണികളും. അതിനുള്ള സാധ്യതയാണ് നമ്മളും കാണുന്നത്. Meet the editors.